അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈസി ആയിട്ടുള്ള ഒരു മോരുകറിയാണ്. വളരെ പെട്ടെന്ന് എങ്ങനെ ഒരു മോരുകറി ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 1/2 ലിറ്റർ തൈരാണ്. അതായത് 1/2 ലിറ്റർ തൈര് എന്ന് പറയുമ്പോൾ അതേ അളവിൽ തന്നെ നമ്മളിതിൽ വെള്ളം ചേർത്ത് കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു വിസ്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായി കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഉടച്ചെടുക്കണം. ഈ രീതിയിൽ നമ്മൾ ഉടച്ചെടുത്ത് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒരു 10-12 ചെറിയ ഉള്ളി ഈ രീതിയിൽ കട്ട് ചെയ്തത്, 7-8 അല്ലി വെളുത്തുള്ളി ഈ രീതിയിലൊന്ന് ചോപ്പ് ചെയ്തത്, 2 കഷ്ണം ഇഞ്ചി ഈ രീതിയിലൊന്ന് ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, 1/2 ടീസ്പൂൺ കടുക്, ഒരു 3 വറ്റൽമുളക് ഈ രീതിയിലൊന്ന് ചോപ്പ് ചെയ്തത്, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ മോരുകറി ഉണ്ടാക്കുന്നത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ 1.5 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് ഇതിലെ ഒന്ന് റോ ഫ്ലേവർ മാറുന്നത് വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയുടെയൊക്കെ കളർ ഈ രീതിയിലൊന്ന് മാറുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇവ ഇട്ടതിന് ശേഷം ഈ പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ ഈസി മോരുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ കറക്റ്റായ ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചെക്കൗട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.